ടാക്സും വർഗീയ കാർഡുമാണ് ഈ ജീവനക്കാരികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അവരുടെ വിചാരം, അല്ലേ? അത് ക്യാമറയുടെ മുമ്പിലൊന്ന് പലതും പറയാം, പോലീസിൻ്റെ മൊഴിയിൽ വേണമെങ്കിൽ പറയാം. കോടതിയിലോട്ട് പോകുമ്പോഴേ ശാസ്ത്രീയമായ തെളിവ് കാണിച്ചില്ലെങ്കിൽ അവിടെ കിടന്ന് ഇമോഷണലി കരഞ്ഞ് ബഹളം വെച്ചിട്ട് പാവമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ തെളിവുകൾ മാത്രമേ സംസാരിക്കൂ. ഒരു ജഡ്ജി തീരുമാനം എടുക്കുന്ന തെളിവുകൾ വെച്ചിട്ടാണ്. ഈ തെളിവുകൾ മുഴുവൻ നമ്മുടെ ക്ലിയർ. കോടതിയിലോട്ട് ഇനി അങ്ങോട്ട് വിളിച്ചാൽ മാത്രം മതി. അവരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല, കട്ട പണം മാത്രമേ ഉള്ളൂ. ഈ അവരെ കുടുംബത്തെ പോലെയാണ് ചേർത്ത് നിർത്തിയത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയം മുമ്പ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവരുടെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച ശേഷമാണോ അവരെ ജോലിക്ക് വിളിപ്പിക്കുന്നത്? ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇവർ 3 പേരും പറഞ്ഞ ഒരേ കാര്യമുണ്ട്, പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണെന്ന് എൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് പാക്കിംഗ് മാത്രമാണ് ഉള്ളത്, അപ്പോൾ ഒരു വലിയ ശമ്പളമൊന്നും എടുക്കാനില്ല, ഒരു 7-8 അതിനകത്തേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കത് വളരെ ഓക്കെ ആയിരുന്നു. ഇവർ പറഞ്ഞു നമുക്കൊരു 8,000 പോലും ഒരു മാസം വലിയ ഒരു വരുമാനമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.